പഞ്ചാര ചിരി കൊണ്ട് കണ്ണാടി കവിളത്ത് തിരയിടുമേഴുനിറം കയ്യാല കിളിയുടെ തെയ്യാര കളി കണ്ട് അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ ചാർലി അവിടെ പോയി. 2 പാട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നായിരുന്നല്ലോ. എന്നിട്ട് ആ ജോസ് പ്രകാശിന്റെ ഗൗൺ ഇട്ടിട്ട് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനിപ്പോ മാന്തി കൊടുത്ത് വിട്ടത്. ഇതാ പ്രധാനോ നോക്കി. ചാർലി വെൽക്കം മിസ്റ്റർ ടീം മാനേജർ. താങ്കൾക്ക് എന്റെ കൊള്ള സംഗീതത്തിലേക്ക് കടന്നു വരാം. ജോസ് പ്രകാശിന്റെ പുറം മാന്തി കൊടുക്കാൻ പറഞ്ഞു. ആർക്ക്? ചാർലിയുടെ പുറമൊന്നും മാന്തി കൊടുക്കാൻ പറഞ്ഞേ. ഒരു സഹായം ചെയ്യാൻ പാടില്ല. ഹലോ മിസ്റ്റർ ടീം മാനേജർ. പറഞ്ഞത് 6 മാസം കൂടുമ്പോഴെങ്കിലും എന്റെ ഈ ഗൗൺ നൽകിയിടാൻ നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഈ ടീം മാനേജർ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തീരും. മിസ്റ്റർ വില്ലേജ് ക്രൂസ് രവി പെരേര, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കരുത്തിൽ മരണത്തിന്റെ മണിമംഗല്യം മുഴങ്ങും. ഈ പാട്ട് കഴിഞ്ഞാൽ നിന്റെ ഐറ്റം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും കാണാതെ നീ മുങ്ങിക്കോള. എന്നോട് പോലും യാത്ര പറയാൻ നിൽക്കണ്ട. കുഴപ്പാവൂ രവിയേട്ടാ. എടാ, ഞാൻ ഇതുപോലെ അന്യരാജ്യത്ത് ജോബ് വിസ ഇല്ലാതെ 4 പേരെ ബുക്കിയിട്ടുള്ളതാ. അതിൽ 3 പേര് ഇപ്പൊ നല്ല നിലയില്ല. ബാക്കി ഒരാളോ? അയാള് ജയിലില്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കില്ല രവിയേട്ടാ. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്, അല്ലാതെ കാജിന് വേണ്ടി മാത്രമൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാം. അതെ, ജോലിയുടെ കാര്യം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ലല്ലോ. മലയാളം തന്നെ ഇടയ്ക്ക് തെറ്റി പോണു. പിന്നെയാണ് വേറെ ഭാഷ. ഇവിടുത്തെ ഭാഷ സ്പാനിഷാ. സ്പാനിഷാണോ? എന്താ അറിയോ? ഇങ്ങനെ ഒരു ഭാഷയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഒരു ഭാഷയെ അറിയാത്തോണ്ട് ഇവിടെ എന്ത് ഭാഷയായാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവര് പറയണ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ 3 കടലാസ് കഷ്ണങ്ങൾ പാസ്പോർട്ട് പോലെ നീ സൂക്ഷിക്കണം. നിനക്ക് പോകാനുള്ള സ്ഥലം സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ് ആദ്യത്തെ കടലാസ്. അതിൽ ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സിക്കാരനെ കാണിച്ചാൽ അയാൾ നിന്നെ അവിടെ കൊണ്ടിറക്കും. അയാൾക്ക് നീ ഇതിൽ നിന്ന് 5 യൂറോ കൊടുക്കണം. രണ്ടാമത്തെ ഈ കടലാസ് നിനക്ക് കാണാനുള്ള സായിപ്പിന്റെ അഡ്രസ്സാ. അതാരെ കാണിച്ചാലും സായിപ്പിന്റെ വീട് നിനക്ക് കാണിച്ചു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഈ കത്ത് സായിപ്പിന് കൊടുക്കണം. സായിപ്പ് ഉടനെ നിന്റെ ജോലി ശരിയാക്കി തരും. രവിയേട്ടാ, ഒന്നും ഇങ്ങോട്ട് വന്നേ. അപ്പുറത്ത് ഞാൻ വരാം. കർത്താവേ, സ്പെയിനിൽ എന്നെ വഴിതെറ്റിക്കാതെ കാത്തോളണേ. Preciado Street, entra. എന്തിനോ? ഇയാൾ തമിഴിനാണോ? നന്ദി. €5. Gracias. ആയിക്കോട്ടെ. ഗ്രാസിയാസ്. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ താങ്ക്സ് എന്നായിരിക്കുമോ? അല്ലെങ്കിൽ ഗ്രാസിയാസ്. ഗ്രാസ് എന്ന് പറയുമ്പോൾ പുല്ല്. കൊടുത്ത കാശ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പുല്ലെന്ന് വിളിച്ചായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ആരും കേട്ടില്ലല്ലോ. രാത്രി 9 മണിയായിട്ട് പകൽ വെളിച്ചം പോയിട്ടില്ല. സൂര്യൻ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥലം എത്തി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. എവിടെ കളയുന്നത്? എവിടെ കിടക്കട്ടെ. സ്പാനിഷ്. ഇയാൾക്കിത് മലയാളത്തിൽ എഴുതിയാൽ പോരായിരുന്നു. ഇനി അഡ്രസ് ആരോട് ചോദിച്ചാൽ പോലെ 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 അത് ശരി, പള്ളിക്കകത്തിരുന്ന് എനിക്ക് പണി തരുമല്ലേ? എന്നെ അങ്ങ് അടിച്ചേരാ.
എന്നെ പെരുവഴിയിലാക്കല്ലേ എന്റെ ഈശോയെ. എങ്ങനെയൊന്ന് എടുക്കുക, ഈ നാട്ടിലൊരു കമ്പും കോലുമില്ലേ. ആ ദ്രോഹി ഇതിന്റെ അപ്പുറം അപ്പുറം അഡ്രസ് പോലും എഴുതിയിട്ടില്ല. എന്തൊരു കഷ്ടമാണ് ഈശോയെ. ഇടിച്ചോണ്ട് ഇടിക്കരുത് പറയാൻ പോലും അറിയില്ല എന്റെ അമ്മച്ചി. എന്തൊരു ചെയ്ത്തായി പോയ എന്റെ കർത്താവേ. പൈസ എന്നെ പിച്ചക്കാരനായിട്ട് തോന്നിക്കാണോ? ഇതെങ്ങനെ എടുക്കുക? ഈ അഡ്രസ്സില്ലാത്ത കത്ത് ആരടാ അമ്മൂമ്മയ്ക്ക് വെള്ളം കാച്ചാനാ? മേഘങ്ങള് ചിലപ്പോ മാലാഖയായി വഴികാട്ടും, ചിലപ്പോ ചെകുത്താനായി വഴിമുടക്കും. ഈ രാവിലെ എന്നെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒന്നിന് രണ്ടിനൊക്കെ എന്താ ചെയ്യാ? കൂടി കൂടി വരികയാണല്ലോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പറമ്പി പോവായിരുന്നു. ഇതിപ്പോ എവിടെ നോക്കിയാലും വൃത്തി വെടിപ്പെട്ടിട്ടിരിക്കുക. ഇവന്മാരെന്തിനെ വൃത്തിയായിട്ട് ജീവിക്കണേ? വൃത്തിയായിട്ട കക്കൂസി പോണായിരുന്നു. വല്ല സ്ഥലം അറിയോ? Disculpe, es que no entiendo lo que dice. കക്കൂസ് പോയിരുന്ന് തൂറാൻ. Tengo cosas que hacer, lo siento, no lo entiendo. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തനിക്കൊക്കെ സംസാരിച്ചൂടെ? ഒന്നും മനസ്സിലായില്ലേ? Hasta luego. De nada, venga, നിങ്ങൾ സ്പെയിൻകാർ ഇന്ത്യയിലേക്ക് വാട്ടാ ഫുട്ബോൾ കളിക്കാൻ. ധൈര്യത്തിൽ ഓടാനും കൂടി പറ്റണ്ടായല്ലോ. ഇന്ത്യനെ സ്നഗ് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഈ നാട്ടിലൊരു ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ST-22 ക്യാബിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇതിനകത്ത് സാധിക്കാം. കൊച്ചിയിലെത്തിയ പോലെ ഇന്ത്യൻ റെസ്റ്റോറന്റ്. മൈ ടോയ്ലറ്റ്. കുണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയപ്പോ വണ്ടി ഒഴിയണില്ലല്ലോ ഈശോയെ.
എന്റെ റെസ്റ്റോറന്റ് തന്നെയല്ലേ? അതെ. അപ്പൊ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഹലോ, ഹലോ ചേട്ടാ, തുണ്ടൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം, തുറക്കണമില്ല. ഹലോ ബൈ. ഇതാര്? കലാനികേതൻ ചാർലിയാ? ചാർലി ചാർലി തൂർലിയായി പോവും. എന്തൊരു അത്ഭുതം! ഇന്നലത്തെ പ്രോഗ്രാം കലക്കി. ഞാനൊരു ഫോട്ടോ എടുക്കാനായി ഗ്രീൻ റൂമിൽ വന്നപ്പോൾ ആളെ കാണുന്നുണ്ട്. എന്തായാലും ദയവായിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ഞാനൊരു ഫോട്ടോ അയ്യേ, ആരെങ്കിലും ടോയ്ലറ്റിൽ പോണേന്റെ ഫോട്ടോ എടുക്കും. അവിടെ വെച്ചല്ല, ഇവിടെ വെച്ചൊരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് എവിടെയെന്ന് പറഞ്ഞ എന്റെ കൂടെ ഒരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരും. ഞാൻ ചാർലിയുടെ ഭയങ്കര ഫാനാ. എനിക്ക് ആ ഇന്നസെന്റ് ശബ്ദം ഒന്ന് അനുകരിക്കോ? ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം കാണിക്കാം. ടോയ്ലറ്റ് അവിടെ ഉണ്ടല്ലോ ചാർലി, ഒന്ന് കാണിക്കേ. ടോയ്ലറ്റ് കാണിക്കേ. എന്തിനാ എന്നെങ്ങിട്ട് വേദനിപ്പിക്കണേ? എന്റെ കൺട്രോള് പോണ്ടിട്ടോ. പേര കത്തുമ്പോഴാണോ വാഴ വെട്ടണെത്തണ്ടി? അങ്ങനെ എന്തേ നിന്റെ അമ്മമ്മയുടെ അങ്ങനെ മതിയാ? ഇനി സുരേഷ് ഗോപി. അയ്യോ, സുരേഷ് ഗോപി പറ്റൂല. അത് കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ടതാ. ആ പുല്ലേന്ന് ഈ അവസരത്തിൽ ശക്തിയായിട്ട് പറയാൻ പറ്റില്ല. അവസാനം ഷിറ്റ് എന്നും കൂടി പറഞ്ഞാ അത് അറം പറ്റി പോവും. നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ പ്രേം നസീറിനെ കാണിക്കാം. അതാകുമ്പോ ഒട്ടും ശരീരം അനക്കണ്ട. ഇനിയും എന്നെ ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. സംഗതി ആ നാട്ടുകേശാകും. അയ്യോ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ നേരത്തെ പറയണ്ടേ? അവിടെ ടോയ്ലറ്റ് വെള്ളം ചേട്ടാ. ഉച്ചയാവും വരുമ്പോ. ഇവിടെ കടലാസാ പതിവേ. വിസയില്ലാതെ മുങ്ങി വരുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പോലീസ് പിടിച്ചാൽ ഞാനും കൊടുക്കും. അങ്ങനെ പറയരുത് മജീദ്ക്ക്. ഞാനിപ്പോ ചിറകില്ലാത്തൊരു മാലാഖയായിട്ടാ കാണുന്നത്. എന്റെ അപ്പച്ചൻ നാട്ടില് ഇതുപോലത്തെ വലിയ റെസ്റ്റോറന്റ് ഒക്കെ നടത്തിയിരുന്നതാ. ശുദ്ധനായിരുന്നു. അതുകൊണ്ടെന്താ, എല്ലാരും പറ്റിക്കും. ലോകം മുഴുവൻ കടവിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അവസാനമായപ്പോ തെരുവില് തട്ടുകടേ. ഒരു ഈസ്റ്റർ ശനിയാഴ്ച പാതിര കുർബാനയ്ക്ക് പോകുന്നു പറഞ്ഞ് നേരത്തെ കിടന്നതാ. 3 മണി കൊട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് വിളിച്ചിട്ടും അപ്പച്ചൻ എഴുന്നേറ്റില്ല. ഉയർത്തെഴുന്നേറ്റ് വരുന്ന കർത്താവിനെ സ്വർഗത്തിൽ വെച്ച് കാണാനായി എന്റെ അപ്പച്ചൻ അങ്ങോട്ട് നേരത്തെ പോയി. ഇപ്പൊ തട്ടുകട അമ്മച്ചി നടത്തുന്നത്. ഞാൻ മിമിക്രി കളിച്ച് നടക്കുന്നതില് അമ്മച്ചിക്ക് പരാതിയൊന്നുമില്ല. 1-2 പ്രാവശ്യം ടി വിയിൽ വന്നോടെ ഞാൻ വലിയ ആളായിരുന്ന പാവത്തിന്റെ വിചാരം. ഇപ്പോ തട്ടുകടയിൽ ഞാൻ ദോശ ഇടാൻ നിന്നാലും അമ്മച്ചി അതിന് സമ്മതിക്കില്ല. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല മജീദ്ക്ക. അപ്പച്ചന്റെ കടങ്ങൾ വീട്ടണം, പള്ളി സെമിത്തേരിയില് അപ്പച്ചനൊരു കല്ലറ പണിയണം, അത്രേ ഉള്ളൂ. ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. ആട്ടെ, തനിക്കിവിടെ എന്ത് പണി ചെയ്യാൻ പറ്റും? ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറന്റ് മാനേജർ ആയിക്കോളാം. എന്തിനാ കുറയ്ക്കുന്നേ? മുതലാളി ആയിക്കോ. ദേ ഒറ്റവാക്കിയ കാര്യം പറയാം, അടുക്കളപ്പണി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്റെ അമ്മച്ചി പോലും ഇത്തരം പണികൾ ചെയ്യിക്കാറില്ല. തന്റെ അമ്മച്ചിയാ തന്നെ വഷളാക്കിയത്. മര്യാദയ്ക്ക് നാട്ടിൽ തട്ടുകട നോക്കി ജീവിക്കാണ്ട് അപ്പന് കല്ലറ പണിയാൻ വേണ്ടി ഫ്ലൈറ്റും കയറി വന്നിരിക്കുക. എടോ, നമ്മൾ മലയാളികള് സ്വന്തം നാട്ടിൽ ദുരഭിമാനം കൊണ്ട് ചെയ്യാൻ മടിക്കുന്ന പല പണികളും അന്യനാട്ടില് വളരെ അന്തസ്സോടു കൂടി ചെയ്യും. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ താനിവിടെ ചട്ടിയും കലം മുറൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് ദോശ വിട്ടാൽ മതി. ദോശയുടെ വിവിധ തരം ഐറ്റങ്ങൾ. തനിക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറന്റ് തന്നെ ഞാൻ ഫോം ചെയ്യാം. അല്ല, ഞങ്ങൾ ഈ 18 ദോശകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും എന്നാലും ഇല്ല. തന്നെ പോലെ ഒരുത്തിനും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഏതായാലും താൻ ഭാഗ്യവാനാ. 2 മാസം ശമ്പളമൊന്നും ഇല്ലെങ്കിലും താമസവും ഭക്ഷണമൊക്കെ ഫ്രീ അല്ലേ? അപ്പോ 2 മാസം ശമ്പളം ഇല്ലേ? വെറും 2 മാസല്ലേ? തന്റെ ദോശയുടലും പരത്തിലൊക്കെ ഞാനൊന്ന് കാണട്ടെ. അതിനുശേഷം ചെറിയൊരു ശമ്പളം എന്താ? കർത്താവേ, മേഘങ്ങളിൽ ഞാൻ കണ്ട മാലാഖ ഇതല്ലായിരുന്നോ?